ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ വല നെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് നമ്മുടെ സ്കെയിലും, നമുക്ക് എത്ര കണ്ണി വലുപ്പത്തിലാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള സ്കെയിൽ എടുക്കണം. അപ്പോൾ ഞാൻ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ സൂചി, അത് തുന്നാനുള്ളത്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സൂചിയാണ്. നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന വല നെയ്യുന്ന സൂചികൾ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വല നെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്കെയിൽ നമ്മൾ അടിയിൽ വെക്കുക, നെയ്യുന്നതിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് കണ്ണിയിലൂടെ കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് നല്ല വലിച്ച് ടൈറ്റാക്കി പിടിക്കുക, ലോക്ക് ചെയ്ത് പിടിക്കുക. ലോക്ക് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ സ്ലിപ്പായി പോകും. എന്നിട്ട് കണ്ണീൻ്റെ പുറത്ത് കൂടെ കോർത്തെടുക്കുക, വലിച്ച് ടൈറ്റാക്കുക. ടൈറ്റാക്കുന്നത് കണ്ണീലിൻ്റെ മേൽ തന്നെ ആയിരിക്കണം, സ്ലിപ്പായി പോകരുത്. ഒന്നുകൂടെ എടുക്കുക, ലോക്ക് ചെയ്ത് പിടിക്കുക, കണ്ണീൻ്റെ പുറത്ത് കൂടെ എടുക്കുക, ടൈറ്റാക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. എടുക്കുക, ടൈറ്റ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ അത് സ്ലിപ്പായി പോകും. അപ്പോൾ പിന്നെ ഊരാൻ കൊടുക്കായിട്ട് മാറിപ്പോകും. ടൈറ്റ് ചെയ്ത് പിടിക്കുക, നല്ല വലിച്ച് ടൈറ്റാക്കുക. കണ്ണിയായത് കണ്ടോ? ഇതുപോലെ നമുക്ക് ഇത് കുറച്ച് സ്പീഡായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ വേറെ രീതിയും കൂടെ ഉണ്ട്. സാധാരണ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ കണ്ണീൻ്റെ ഉള്ളിൽ കൂടി പിടിക്കുക, ലോക്ക് ചെയ്തെടുക്കുക. അത് കണ്ണിയുടെ പുറത്ത് കൂടെ ഒരു ലൂപ്പ് ഉണ്ടാക്കുക. അടുത്തത് കണ്ണീൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക, വലിച്ച് ടൈറ്റാക്കുക. ഇത് സ്ലിപ്പായി പോവില്ല. ഈ ഒന്നുകൂടെ കാണിച്ചു തരാം. ലോക്ക് ചെയ്ത് പിടിക്കണേ, കണ്ണിൻ്റെ പുറത്ത് കൂടെ എടുത്ത് കോർക്കണേ, കണ്ണിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. ഇത് കുറച്ച് സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിലും ഇതാണ് നമുക്ക് നെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതി. ആദ്യം കാണിച്ച കണ്ണീനേക്കാളും സ്ലിപ്പാവാണ്ട് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയും. വലിച്ച് ടൈറ്റാക്കണം. ഓക്കെ, ഇനി വേറെ രീതി കൂടെ കാണിച്ചു തരാം. അത് നൂല് കഴിഞ്ഞിരിക്കണം. ഞാൻ നൂലൊന്ന് മാറ്റട്ടെ, എന്നിട്ട് കാണിച്ചാൽ നൂല് കോർക്കുന്ന രീതിയും കൂടെ നമ്മൾ കോലിൽ നൂല് കുറക്കണമെങ്കിൽ നൂലിൻ്റെ അറ്റം ഒരു സാധാരണ കെട്ടിട്ടാലും മതി. അങ്ങനെ ഇങ്ങനത്തെ കോലിന് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അതിൽ എളുപ്പത്തിൽ കോർത്തെടുക്കാനും പറ്റും, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തുന്നാനും എളുപ്പമാണ്. അപ്പോൾ ഇനി ജോയിൻ്റ് ആക്കുന്ന കൂടെ കാണിച്ചു തരാം. ജോയിൻ്റ് ആക്കുന്നതിന് നമ്മൾ നൂലൊരു കെട്ടിടുക, സാധാ കെട്ട്, നമ്മൾ സാധാ കെട്ട്. അതിൻ്റെ ഉള്ളിലൂടെ നൂല് കോർത്തെടുത്തിട്ട് ആ കെട്ട് ടൈറ്റാക്കുക. ഇനി ആ നൂലും കൂടെ നമ്മൾ ജോയിൻ്റ് ആക്കേണ്ട നൂലും കൂടെ അതിലൊന്ന് ഉള്ളിലാക്കിയിട്ട് ഒരു കെട്ടിടുക. രണ്ട് കെട്ടും ടൈറ്റാക്കിയതിൻ്റെ ശേഷം നമുക്ക് വലിച്ച് ടൈറ്റാക്കുക. ശരിക്ക് നല്ല വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഒരു ടിക്ക് എന്നുള്ള സൗണ്ട് കേൾക്കും. ആ ടൈമിൽ നമ്മൾ അടുപ്പിച്ച് കട്ട് ചെയ്യുക. ഒരിക്കലും സ്ലിപ്പായി പോകാത്ത കെട്ടാണ്. ഇതിന് ഫിഷർമാൻ നോട്ട് എന്ന് അതിന് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത കെട്ട് കാണിച്ചു തരാം. നമ്മൾ സാധാരണ എടുത്ത പോലെ തന്നെ നമ്മൾ കണ്ണി ഒന്ന് പിടിക്കുക, മോതിര വിരലിൻ്റെ മേലെ കൂടി എടുക്കുക, സ്കെയിലിൻ്റെ താഴെ കൂടെ ലോക്ക് ചെയ്ത് പിടിച്ച് ചെറുവിരലിനോട് പിടിച്ചിട്ട് മോതിര വിരലിൻ്റെ ഉള്ളിലൂടെ കണ്ണീൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തേക്ക് എടുക്കുക, വലിച്ച് ടൈറ്റാക്കുക. വലിക്കുന്നതിനോട് കൂടെ ചെറുവിരലിൻ്റെ
കെട്ടങ്ങ് ഒഴിവാക്കുക. നമ്മൾ കാണിച്ചു തരാം. മോതിരവിരലിടുക, ചെറുവിരലിടുക, കണ്ണിലൂടെ ഇട്ട് വലിക്കുന്നതിനോട് കൂടിയിട്ട് ചെറുവിരലിൻ്റെ പിടുത്തങ്ങ് വിടുക. അവിടെ കെട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്ന് വലിക്കുന്നതിനോട് കൂടിയിട്ട് ചെറുവിരലിൻ്റെ അങ്ങ് വിടുക. കെട്ടൊന്ന് തീരട്ടെ. കെട്ട് നമുക്ക് അത് വലിക്കുമ്പോൾ അതിനുള്ളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമുക്ക് കണ്ണികളുണ്ടാക്കാൻ എളുപ്പം, നമുക്ക് സ്പീഡും കറക്റ്റായിട്ട് ചെയ്യാൻ എളുപ്പം ഏതാണെന്ന് നോക്കുക. മോതിരവിരലിലൂടെ കൊളുത്തിയിടുക. സ്കെയിലിൻ്റെ അടിയിൽ കൂടെ വിരലുകൾ കൊളുത്തുക. ചെറുവിരലിന് ലോക്ക് ചെയ്ത് പിടിക്കുക. മോതിരവിരലിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. കണ്ണിയിലൂടെ എടുക്കുക. വലിച്ചങ്ങ് ടൈറ്റാക്കുക. ചെറുവിരൽ വിടുക. ഓക്കെ. അത് കണ്ണി നമുക്ക് ഏതാണോ നമുക്ക് കംഫർട്ടായിട്ടുള്ള പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുക, ഇങ്ങനെയാണ്